ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ കോട്ടയം ജില്ലയിൽ പാമ്പാടിക്കടുത്ത് നെന്മല എന്നൊരു സ്ഥലത്താണ്. ഇവിടെ ബഹുമാനപ്പെട്ട പാസ്റ്ററെ കാണാനായിട്ട് വന്നതാണ്. പാസ്റ്ററുടെ പേര് പാസ്റ്റർ KM ജോസഫ്. IPC സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇന്ന് പാസ്റ്ററുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് ഇടയായിത്തീരും. തീർച്ചയായും ഈ പാസ്റ്ററുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഇതിനുവേണ്ടി ചെലവഴിക്കുന്നുള്ള നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഏത് സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഒന്ന് പറയാമോ? പറയാം. എൻ്റെ പേര് പാസ്റ്റർ KM ജോസഫ്. ഞാൻ പാമ്പാടി നെന്മല എന്ന സ്ഥലത്ത് താമസിക്കുന്നു. എൻ്റെ ഭാര്യയും മൂത്ത മോളും, രണ്ട് മക്കളുണ്ട്. മൂത്ത മോളും ഇപ്പോൾ ഇവിടെ വീട്ടിൽ താമസിക്കുന്നു കുടുംബമായിട്ട്. IPC 14 മൈൽ പൂവത്തുംകുഴി ശാലീൻ സഭയുടെ അംഗങ്ങളായി കർത്താവിനെ ആരാധിച്ചു വരുന്നു. അതോടൊപ്പം IPC കാനം സെൻറ്ററിൻ്റെ ശുശ്രൂഷകനായും ഇപ്പോൾ ശുശ്രൂഷിച്ചു വരുന്നു. പാസ്റ്റർ ജനിച്ചു വളർന്നത് എവിടെയാണ്? ഞാൻ ജനിച്ചു വളർന്ന ദേശമാണ് നെന്മല. ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ് പാസ്റ്റർ ജനിച്ചു വളർത്തപ്പെട്ടത്? CSI ബാക്ക്ഗ്രൗണ്ടിലാണ്. CSI ബാക്ക്ഗ്രൗണ്ടിലാണ്. ഓക്കെ. പാസ്റ്ററുടെ മാതാപിതാക്കൾക്കൊക്കെ എന്തായിരുന്നു ജോലി? എൻ്റെ മാതാവും പിതാവും കൂലിപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പിതാവിൻ്റെ 40ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. ദൈവകൃപയിൽ വന്നു. CSIയിലെ ഒരു ബിഷപ്പിൻ്റെ ലൈസൻസുള്ള ഒരു ശുശ്രൂഷകനായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അതായത് CSI സഭയിലെ ഒരു ഉപദേശിയായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നു. അപ്പോൾ ഈ CSI സഭാ ബാക്ക്ഗ്രൗണ്ടിൽ പാസ്റ്റർ നിൽക്കുമ്പോൾ പിന്നീട് ഒരു പെന്തക്കോസ്തൽ വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ള കാരണം എന്താണ്? അതോടൊപ്പം പാസ്റ്റർക്ക് സഹോദരങ്ങൾ എത്ര പേരുണ്ട്? എനിക്ക് സഹോദരങ്ങൾ ഞാൻ മാത്രമേ ഉള്ളൂ. 5 സഹോദരിമാരുണ്ട്. 5 സഹോദരിമാരിൽ 2 പേരൊഴികെ ബാക്കി സഹോദരന്മാർ ദൈവദാസന്മാരാണ്. സഭയുടെ ശുശ്രൂഷകന്മാരായി അവർ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. പിന്നീട് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് പാസ്റ്ററുടെ പിതാവുരായി CSI സഭയിലെ ഉപദേശിയായിരുന്നല്ലോ. പിന്നീട് പാസ്റ്റർക്ക് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ്? എൻ്റെ പിതാവ് CSIയിലെ ഉപദേശി ആയി ശുശ്രൂഷിക്കുമ്പോൾ പോലും ദൈവകൽപ്പന പ്രമാണിച്ച് ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണം, വിശ്വാസത്തിലേക്ക് പോകണം എന്നുള്ള ഒരു താല്പര്യം നേരത്തെ മുതൽ ഉണ്ടായിരുന്നു. പക്ഷേ സാമുദായികമായ കെട്ടുപാടിൽ നിന്നതുകൊണ്ട് അത് സാധിക്കാതെ വന്നു. 973 ഞാനും എൻ്റെ പിതാവും മാതാവും എൻ്റെ ഇളയ സഹോദരി, ഞങ്ങൾ 4 പേര് ഒരുമിച്ച് സ്നാനമേറ്റു ദൈവസഭയോട് ചേർന്ന് ആരാധിക്കാൻ തുടങ്ങി. അല്ല, അതിനൊരു മുഖാന്തരം ഉണ്ടല്ലോ. ഇപ്പോൾ CSI സഭയിൽ നിൽക്കുന്ന സമയത്ത് ഈ പെന്തക്കോസ്റ്റിലേക്ക് വരാനൊരു മുഖാന്തരം ഉണ്ടല്ലോ. അതാരാണ് കാരണക്കാരൻ? എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം? അപ്പോൾ ഞങ്ങൾ CSI നിൽക്കുമ്പോൾ പാസ്റ്റർ TG ഉമ്മച്ചനപ്പച്ചൻ ചേന്നമ്പള്ളിയിൽ IPC സഭയിൽ ഒരാഴ്ചത്തെ ബൈബിൾ ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിൽ ദൈവസഭ എന്നൊരു വിഷയമായിരുന്നു. ഞാനും എൻ്റെ പിതാവും ആ ക്ലാസ്സിൽ 2-3 ദിവസം അറ്റൻഡ് ചെയ്തപ്പോൾ ദൈവസഭ എന്താണെന്നും അതിലെ വിശ്വാസ കാര്യങ്ങൾ എങ്ങനെ എന്ന് വളരെ വ്യക്തമായി മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, സ്നാനപ്പെട്ട് പെന്തക്കോസ്തിലേക്ക് മാറണം. അപ്പോൾ CSIയിൽ ഉപദേശിയായിരിക്കുന്ന എൻ്റെ പിതാവിന് അല്പം തടസ്സമുണ്ടായി. എങ്കിലും ആ തടസ്സങ്ങളെ മാറ്റി ഞങ്ങൾ ഒരുമിച്ച് സ്നാനപ്പെട്ട് വിശ്വാസത്തിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഈ CSI സഭയെന്ന് മാറിയതോടുകൂടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധുമിത്രാദിയിൽ നിന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ? ഇല്ല, മാറിയതോടെ മറ്റു എതിർപ്പുകളൊന്നും ഉണ്ടായില്ല. എങ്കിലും CSIയിലെ ഒരു ഉപദേശി പെന്തക്കോസ്തിലേക്ക് പോയി എന്നുള്ള നിലയിലുള്ളതായ ഒരാക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അതായത് 1973 എന്ന് പറയുമ്പം നല്ല ഒരു കാലഘട്ടമായി, ഏതാണ്ട് 50 വർഷത്തോളം ആയി. അതെ. അപ്പോൾ ഈ 50 വർഷം മുമ്പ് ഇവിടെ ഒന്നും പെന്തക്കോസ്തുകാർ വലിയ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇല്ലില്ല. അപ്പോൾ 50 വർഷം മുമ്പ് ഈ പെന്തക്കോസ്തൽ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അന്നത്തെ ഒരു പശ്ചാത്തലം ഒന്ന് വിവരിക്കാമോ? അന്നിവിടെ പെന്തക്കോസ്തുകാരുണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു അന്നത്തെ കൂട്ടായ്മകളൊക്കെ?
അന്ന് ഈ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ എതിർപ്പുകൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അന്ന് ആ കാലത്ത് ഈ ദേശത്ത് പെന്തക്കോസ്ത് വിശ്വാസികൾ ഇല്ല. ആദ്യമായിട്ട് തന്നെ ഞങ്ങളാണ് ഇവിടെ സ്നാനപ്പെട്ട് വിശ്വാസത്തിലേക്ക് വരുന്നത്. എന്നാൽ CSIയിൽ സുവിശേഷീകരണമെന്ന നിലയിൽ ജനങ്ങൾക്ക് ആ പൊതു മതിപ്പുള്ളത് കൊണ്ട് പെന്തക്കോസ്തിലേക്ക് പോയത് കൊണ്ട് വലിയ എതിർപ്പൊന്നും അതിൽ കാണിച്ചിട്ടില്ല. മറ്റ് ബാഹ്യമായ പോരാട്ടങ്ങളൊന്നും ശുശ്രൂഷ ബന്ധത്തിലുണ്ടായിട്ടില്ല. ഓക്കെ. പിന്നീട് ഈ പെന്തക്കോസ്തിലേക്ക് വന്നു. പിന്നീട് ഒരു പാസ്റ്ററായി തീരണം അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരാനുള്ള കാരണം എന്താ? അതിനൊരു മുഖാന്തരം? എൻ്റെ 12ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് അന്ന് CSIയിൽ ഓണവാര സുവിശേഷ വേലയുണ്ട്. ഒരാഴ്ചത്തെ സുവിശേഷ വേലയ്ക്ക് അവർ എരുമേലിക്കടുത്ത് കൂവപ്പള്ളി എന്ന സ്ഥലത്ത് അവിടുത്തെ പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞ് എനിക്ക് 12 വയസ്സേ ഉള്ളൂ. എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു. ഞാനും അവരുടെ കൂടെ പോയി. അന്ന് ആ ശുശ്രൂഷയെ സംബന്ധിച്ച് അന്ന് ഒരു രാത്രിയിൽ എൻ്റെ പിതാവാണ് ദൈവനെ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ ഞാൻ താഴെ ഒരു പായിലിരുന്ന് ആ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്ത് ദൈവാത്മാവ് സംസാരിക്കുന്നു, പിതാവിൻ്റെ ശേഷം ഈ ബൈബിൾ എടുക്കാൻ ആരുണ്ട്, ആര് ശുശ്രൂഷയ്ക്ക് ഉണ്ട് എന്നൊരു ചോദ്യം വന്നപ്പോൾ ആണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ മകനായിട്ട്. അതുകൊണ്ട് ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. കർത്താവെ, നീ തരുന്ന വിദ്യാഭ്യാസവും ആയുസ്സും അങ്ങയുടെ വേല ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ പള്ളിയിൽ വെച്ച് ഒരു തീരുമാനമെടുത്തത് ആരും അറിഞ്ഞിട്ടില്ല. എൻ്റെ ഉള്ളിലിരിക്കുകയായിരുന്നു. അത് എത്രാമത്തെ വയസ്സിലായിരുന്നു? എൻ്റെ 12ാമത്തെ വയസ്സിൽ. 12ാമത്തെ വയസ്സ്. അതെ. അപ്പോൾ പിന്നീട് ഈ ഒരു സുവിശേഷകനായി തീരുന്നത് എത്രാമത്തെ വയസ്സിലാണ്? സുവിശേഷകനായി തീരുന്നത് 25ാമത്തെ വയസ്സിലാണ്. അപ്പോൾ 25 വയസ്സ് മുതൽ ഈ ഏതാണ്ട് ഒരു 50 വർഷത്തോളമായി പാസ്റ്റർ ഇപ്പം സുവിശേഷ വേല ചെയ്യുന്നു. 50 വർഷമായിട്ട്. അപ്പോൾ പാസ്റ്ററുടെ ആരംഭകാല സുവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് വിവരിക്കാവോ? സഭയൊന്നും ഇല്ലല്ലോ ഇവിടെ? ഇല്ല. അപ്പോൾ അന്നത്തെ കൂട്ടായ്മയും കൂടിവരവും അന്ന് അനുഭവിച്ച ബുദ്ധിമുട്ടുകളും കഷ്ടതകളും അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അന്ന് ഞങ്ങൾ സ്നാനപ്പെട്ട് ചേന്നമ്പള്ളിയുള്ള IPC സഭയുടെ ബന്ധത്തിലാണ് കൂട്ടായ്മ ആചരിച്ചത്. അവിടെ ഒരു വർഷം ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾ 14 പുളിക്കക്കവലയുള്ളത് പൂവത്തുമൊഴി ശാലീൻ സഭയിലേക്ക് ഞങ്ങൾ കടന്നുപോയി. അന്ന് മുതൽ ഇന്ന് വരെ അവിടുത്തെ മെമ്പറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വരുന്ന കാലഘട്ടത്തിൽ എൻ്റെ വിദ്യാഭ്യാസം ഞാൻ BA വരെ പഠിച്ചു. BA കോട്ടയം ഗവൺമെൻറ് കോളേജിലാണ് ഡിഗ്രിക്ക് പഠിക്കുന്നത്. ആ പഠിത്തം 1973 മുതൽ 76 വരെയായിരുന്നു. ആ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ പാമ്പാടി സെൻട്രൽ പാസ്റ്ററായിരുന്ന പാസ്റ്റർ PK ചാക്കോ അപ്പച്ചൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, ഞാനൊരു ബൈബിൾ സ്കൂൾ ആരംഭിക്കുകയാണ്, മോന് താല്പര്യമാണെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാനുള്ള ഒരുക്കമാണല്ലോ, താല്പര്യമാണെങ്കിൽ ആ ക്ലാസ്സിൽ വന്ന് സംബന്ധിക്കാൻ പറഞ്ഞു. 3 മാസം ഞാൻ ആ ക്ലാസ്സിൽ സംബന്ധിച്ചു. വീണ്ടും അടുത്ത വർഷം 3 വർഷം സംബന്ധിച്ചു. അതിനുശേഷം കോത്തല ഒരു IPC സഭ ആരംഭിച്ചു. അത് ഞങ്ങൾ 14ാം സഭയുടെ ഒരു ബ്രാഞ്ചായിട്ടത് ആരംഭിച്ചു. അങ്ങനെ ആ സഭയുടെ ആരംഭ ശുശ്രൂഷകനായിട്ട് 25ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ ശുശ്രൂഷ ഏറ്റെടുത്തു. അതായത് അന്നത്തെ കാലത്ത് BA വരെ പഠിച്ചതാണ്. അതെ. അന്ന് ജോലിക്ക് സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ജോലി സാധ്യതകളെല്ലാം വേണ്ടെന്ന് വെച്ച് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. ഞാൻ കോളേജിലെ വിദ്യാഭ്യാസം കോഴ്സ് പൂർത്തീകരിച്ചപ്പോൾ കൊച്ചിൻ നേവൽ ബേസിൽ എനിക്ക് ഒരു ജോലിയുമായിട്ടൊരാളിവിടെ വന്നു. എൻ്റെ പേര് വട്ടർസം കൊടുത്താൽ മതി, അവർ അവിടെ വിളിക്കുമ്പോൾ അവിടെ ചെന്ന് ആ ഇൻ്റർവ്യൂവിൽ സംബന്ധിച്ചിട്ട് ആ കോഴ്സിൽ ചേർന്ന് പിന്നെ ജോലി തുടർന്ന് ചെയ്യുകയാണ്. അതിന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ പിതാവിനോട് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തീരുമാനിച്ച കാര്യം തുറന്ന് സംസാരിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ താല്പര്യം ഞാൻ എന്നെ എത്രയോ പഠിപ്പിച്ചിട്ട് കുടുംബഭാരം ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു നല്ലൊരു ജോലിയൊക്കെ ലഭിച്ച് ആ നിലയിൽ മുൻപോട്ട് പോകണമെന്നാണ് പിതാവിൻ്റെയും മാതാവിൻ്റെയും താല്പര്യം. പക്ഷേ എൻ്റെ താല്പര്യം അന്നാണ് ഞാൻ തുറന്ന് സംസാരിക്കുന്നത്. അപ്പോൾ പിതാവ് പറഞ്ഞു, നിൻ്റെ താല്പര്യവും തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാനത് തടസ്സപ്പെടുന്നില്ല, ആ ജോലി വേണ്ട, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ആദ്യകാല സുവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ആദ്യകാല സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഒരു വീട്ടിലാണ് ഞങ്ങൾ കൂടി ആരാധിച്ചുകൊണ്ടിരുന്നത്.
അങ്ങനെ വീട്ടിൽ കൂടി ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ആ വീട്ടിലെ ഉടമ തന്നെ ഒരു 7 സെൻറ്റ് സ്ഥലം IPC പ്രസ്ഥാനത്തിന് വേണ്ടി എഴുതി തന്നു. അവിടെ മനോഹരമായൊരു ആലയം ഞങ്ങൾ പണിതു. ഞങ്ങളുടെ സ്വന്തം കഷ്ടപ്പാടിൽ തന്നെ അത് പണിത് അവിടെ ശുശ്രൂഷിച്ചു. 5 വർഷം അവിടെ ശുശ്രൂഷിച്ചു, അവിടെ ആരാധിച്ച് അങ്ങനെ അവിടുന്ന് പിന്നെ സ്ഥലം മാറി പോവുകയായിരുന്നു. ആ കാലങ്ങളിലൊക്കെ ഇടുക്കവും ഞെരുക്കവും ഒക്കെ ഉണ്ട്. അന്നത്തെ കാലമായതുകൊണ്ട് സാമ്പത്തികമായി മറ്റ് വേറെ മാർഗങ്ങളൊന്നുമില്ല, ഞെരുങ്ങിയ അവസ്ഥയിൽ കൂടിയാണ്. എങ്കിലും സുവിശേഷ വിലയുള്ള ബന്ധത്തിൽ എല്ലാം കർത്താവ് തരുന്നത് സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് തുടർന്നുകൊണ്ടിരുന്നു. ഓക്കെ. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ പാസ്റ്റർ സുവിശേഷ വേല ചെയ്തിട്ടുണ്ട്? ഞാൻ സഭയുടെ ശുശ്രൂഷ കോത്തല, 8 മൈൽ തോട്ടപ്പള്ളി, പൊൻകുന്നം, അയർക്കുന്നം, സൗത്ത് വാമ്പാടി, ചാമമ്പതാല്, കൊടുങ്ങൂര്, അരിപ്പറമ്പ്, കുമ്മദ്ദാനം, ഇപ്പോൾ തിടനാട്, ഇത്രയും സ്ഥലങ്ങളിൽ സുവിശേഷ വേല ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ദൈവം ചെയ്തതായിട്ടുള്ള നന്മകളെക്കുറിച്ച്, അതായത് നമ്മൾ ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തികൾ നമുക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവം അത്ഭുതകരമായി എന്നെ വഴി നടത്തി, എന്നെ സഹായിച്ചു എന്ന് പറയത്തക്ക നിരവധി സന്ദർഭങ്ങൾ പാസ്റ്ററുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ചില നമുക്ക് മറക്കാനാവാത്ത ചില കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി ഒന്ന് പറയാമോ? എൻ്റെ ജീവിതത്തിൽ മരണസംബന്ധമായി അനർത്ഥങ്ങളും അപകടങ്ങളും സംഭവിച്ചു. അതിലും ദൈവം അത്ഭുതകരമായി എന്നെ വിടുവിച്ചു, മരണത്തിന് ഏൽപ്പിക്കാതെ വിടുവിച്ചു. ശുശ്രൂഷയിൽ മുൻപോട്ട് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഭൗതികമായ നന്മകൾക്ക് മുടക്കവും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതാത് സമയങ്ങളിൽ എന്നെ സംബന്ധിച്ച് ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൈ നീട്ടുവാൻ ദൈവം ഇടവരുത്തിയിട്ടില്ല. ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് കരയും, പ്രാർത്ഥിക്കും. ദൈവം അറിയപ്പെടാത്ത നിലകളിൽ വഴികളെ ഒരുക്കി ദൈവം സഹായിച്ചു. എൻ്റെ പിതാവിൻ്റെ മരണശേഷം എൻ്റെ 3 സഹോദരിമാരെ വിവാഹം ചെയ്ത് അയക്കാനുണ്ടായിരുന്നു. എനിക്ക് 2 പെൺമക്കൾ. എൻ്റെ പിതാവ് പറഞ്ഞു, 5 പെൺമക്കളെയും അമ്മയും തന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്, അവരുടെ കാര്യങ്ങൾ നടത്തണം. ഞാൻ ആ കാര്യം പറഞ്ഞു, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ചെയ്യുമോ അതുപോലെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നാൽ കുഞ്ഞുങ്ങളുടെ വിവാഹ കാര്യങ്ങൾ വന്നപ്പോൾ സാമ്പത്തികമായി വളരെ ആവശ്യങ്ങൾ നേരിട്ടു. ഞാൻ ആ സമയത്തെല്ലാം ഞങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കും. ദൈവം അത്ഭുതകരമായി വഴി തുറന്ന് ആ സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം നൽകി തന്നു. കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നു, അതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു, എൻ്റെ പെൺമക്കളുടെ വിവാഹം നടന്നു. ഇതുവരെ ദൈവം അത്ഭുതകരമായി ദൈവം നടത്തി. അതായത് ഈ 50 വർഷത്തെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ആരുടെ മുമ്പിൽ പോയി എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതൊരു ഭയങ്കര സാക്ഷ്യമാണ്. അല്ലാതെ അങ്ങനെ നമ്മളിപ്പം ഈ വീഡിയോയിലൂടെ ആണെങ്കിലും പ്രസംഗത്തിലൂടെയൊക്കെ ആണെങ്കിലും പലപ്പോഴും നമ്മളെ സഹായിക്കണം എന്ന് ആളുകൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് പാസ്റ്റർ ഇന്ന് വരെ അങ്ങനെ ഒരു സ്റ്റാൻഡ് സ്വീകരിക്കാനുള്ളൊരു കാരണം എന്താ? അതിൻ്റെ ഒരു ആത്മീയ അത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള? എൻ്റെ പിതാവ് കാണിച്ചൊരു മാതൃകയാണ്. എൻ്റെ പിതാവ് 2 ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. എന്നാൽ ദൈവവചനത്തിൽ അഗാധമായ അറിവും ജ്ഞാനവും ഉണ്ടായിരുന്നു. ഉന്നതന്മാരായ വിദ്യാഭ്യാസമുള്ളവരുടെ മുൻപിൽ സ്റ്റേജിൽ നിന്നുകൊണ്ട് ദൈവവചനം ശക്തമായി സംസാരിക്കും. എന്നാൽ എൻ്റെ പിതാവ് ജീവിച്ചിരുന്ന കാലം വളരെ വിശ്വസ്തനായിരുന്ന് ആരോടും ഒരു ബാധ്യതയും കൂടാതെ ലഭിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ നടത്തി ഞങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിച്ചു. എൻ്റെ മൂത്ത സഹോദരി പിന്നെ ഇളയ സഹോദരി ഇവിടെ വിവാഹ കാര്യങ്ങളൊക്കെ നടത്തി. അതെല്ലാം ആരോടും ഒന്നും ചോദിക്കാതെ ഇതെല്ലാം ലഭിച്ച കാര്യങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തു. മരിക്കുമ്പോഴും എന്നോട് പറഞ്ഞു, ഞാനൊരു ബാധ്യത വരുത്തിയിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് നിനക്കിങ്ങനെ ചില വിഷയങ്ങളുണ്ടായി എന്ന് പറയാനിട വരികയില്ല, അതുകൊണ്ട് ഒരു ബാധ്യതയും ഇല്ലാതെ
കാര്യങ്ങൾ ക്രമീകരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ക്രമീകരിച്ചു. അപ്പോൾ പിതാവ് എനിക്ക് കാണിച്ചത് മാതൃക അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ലഭിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ ഓടിച്ചു പോകുക, നടത്തി പോകുക. അല്ല പാസ്റ്റർ, നമ്മൾ ഈ സാമ്പത്തികപരമായി പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും പലരും പലരെ ആശ്രയിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ പാസ്റ്റർ എന്താണ് ചെയ്യുന്നത്? പ്രാർത്ഥന മാത്രമാണോ? ഞാൻ ഇന്നുവരെ ഒരു മനുഷ്യനോട് എന്നെ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നുപോലെ ചില ബുദ്ധിമുട്ടിൽ കൂടിയാണ് പോകുന്നത്. ചില താളപ്പിഴകളുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആരോടും ഇന്ന് വരെ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. എന്നാൽ എൻ്റെ ആവശ്യം വരുമ്പോൾ ഞാൻ ദൈവത്തോട് ആ കാര്യം പറയും. ദൈവം അറിയപ്പെടാത്ത വ്യക്തികളെ അതിനുവേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കും. അവരിലൂടെ നന്മകൾ ലഭിക്കും ചെയ്യും. മടക്കി കൊടുക്കേണ്ടതാണെങ്കിൽ അത് കൊടുക്കുന്ന സമയത്ത് അത് കൊടുക്കും. ഓക്കെ. പാസ്റ്ററുടെ ഇത്രയും നാളത്തെ ഒരു ജീവിതത്തിൽ പാസ്റ്ററെ സ്വാധീനിച്ചിട്ടുള്ള സുവിശേഷ പ്രവർത്തകർ ആരൊക്കെയാണ്? ഇന്നിന്ന ആളുകളുടെ ജീവിത മാതൃക നമുക്ക് അനുകരിക്കാൻ കൊള്ളാം എന്ന് ചിന്തിക്കുന്നത് ആരുടെയൊക്കെയാണ്? എന്നെ ദൈവജനം പഠിപ്പിച്ച പാസ്റ്റർ PK ചാക്കോസ് അവരുടെ അദ്ദേഹം വളരെ വിശ്വസ്തനായതുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്തു. IPCയുടെ 2 ക്ലാസ് പഠിത്തമേ ഉള്ളൂ. എങ്കിലും IPCയുടെ ഉന്നത തലത്തിൽ ഭരണതലത്തിൽ എത്തുപെടുവാനിടയായി തീർന്നു. അദ്ദേഹം അമേരിക്കയിൽ മക്കളുടെ കൂടെ പോയി അവിടെ വെച്ചാണ് മരിക്കുന്നത്. അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. എനിക്കത് അദ്ദേഹത്തിൻ്റെ ശൈലികളും അതെല്ലാം ഒരു മാതൃക. അതുപോലെ തന്നെ എന്നെ തുടർന്ന് സുവിശേഷ വരയിൽ പ്രോത്സാഹിപ്പിച്ചതും എനിക്ക് കൈത്താങ്ങൽ തന്നതും എൻ്റെ ഇഞ്ചിയിലെ അപ്പച്ചനാണ്. അപ്പച്ചൻ്റെ ജീവിത ശൈലികൾ. അപ്പച്ചനാണെന്ന് ഇഞ്ചിയിൽ പാസ്റ്റർ EJ ചാക്കോ IPC കാര്യം സെൻറ്ററിൻ്റെ പ്രഥമ സെൻട്രൽ പാസ്റ്റർ. അപ്പച്ചൻ്റെ മാതൃകകൾ എനിക്കത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ജീവിതത്തിന് വളരെ ബലവും ശക്തിയും പകർന്നിട്ടുണ്ട്. പാസ്റ്റർ, ഈ 50 വർഷത്തെ ഈ സുവിശേഷ അനുഭവങ്ങൾ വെച്ച് പറയുമ്പോൾ ഒരു സുവിശേഷകൻ എന്തായിരിക്കണം? അവൻ്റെ യോഗ്യത എന്തായിരിക്കണം? അവൻ്റെ ക്വാളിറ്റി എന്തായിരിക്കണം? അല്ലെങ്കിൽ ഒരു സുവിശേഷകൻ എങ്ങനെ ആയിരിക്കണം എന്നാണ് പാസ്റ്റർക്ക് പറയാനായിട്ടുള്ളത്? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്ത് ഉണ്ടെങ്കിലും ദൈവവിളി, ദൈവിക നിയോഗം, തിരഞ്ഞെടുപ്പ് ഇതുണ്ടെങ്കിൽ ഒരു ശുശ്രൂഷ, ഒന്ന് ദൈവവിളി ഉണ്ടായിരിക്കണം, 2 ദൈവത്തിൻ്റെ ഒരു നിയോഗം അവനിൽ ഉണ്ടായിരിക്കണം. ഇത് രണ്ടുമില്ലാതെ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അങ്ങ് ഇറങ്ങുകയെന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ പരാജയപ്പെട്ടു പോകും. അല്ല, എല്ലാവരും ദൈവം സുവിശേഷ വേലയ്ക്ക് വിളിക്കുന്നുണ്ടോ? എല്ലാവരെയും വിളിക്കുന്നില്ല. എന്നാൽ അവരവരുടേതായ നിലകളിൽ ദൈവം വിളിക്കും. അവരവരുടെ ഓരോരുത്തരും താഴ്ന്ന സ്ഥിതിയിൽ തന്നെ വസിച്ചു കൊള്ളട്ടെ എന്ന് ദൈവത്തിൽ വായിക്കുന്നത് പോലെ അവരവരുടെ നിലകളിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ സഭയുടെ ശുശ്രൂഷകനായിരിക്കാം, ചിലപ്പോൾ സഞ്ചാര സുവിശേഷകനായിരിക്കാം, ചിലപ്പോൾ ട്രാക്ട് കൊടുക്കുന്നതായിരിക്കാം. അതെല്ലാം സുവിശേഷ വിലയാണല്ലോ, ആയിരിക്കാം. ചിലപ്പോൾ ആശുപത്രി സന്ദർശിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം. അതിനൊന്നും ഒരു തടസ്സം വരുന്നില്ല സുവിശേഷ. എന്നാൽ ഈ സഭയുടെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ആത്മീയ പ്രവർത്തനത്തിന് അതിന് വിളിയും നിയോഗവും തിരഞ്ഞെടുപ്പും ഉണ്ടെങ്കിൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ. ഓക്കെ. പാസ്റ്റർ, ഈ സുവിശേഷ വേലയിൽ നേരിട്ടുള്ള വെല്ലുവിളികളൊക്കെ എന്തൊക്കെയാണ്? ഇപ്പോൾ പുതിയ സ്ഥലങ്ങളിൽ പോയി സുവിശേഷ വേല ചെയ്യുമ്പോഴൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ? അതോ ജാതികളിൽ നിന്നാണോ, അതോ സ്വന്തം ആളുകളിൽ നിന്നാണോ, അതോ സഭാവിശ്വാസികളിൽ നിന്നാണോ? ഈ വെല്ലുവിളികളൊക്കെ എന്തൊക്കെയാണ് നേരിട്ടിട്ടുള്ളത്? അത് ആരിൽ നിന്നാണ്? അത് എന്തൊക്കെയായിരുന്നു? ഞാൻ ശുശ്രൂഷയ്ക്കിറങ്ങിയ സമയം പോയ ഇടങ്ങളിൽ ബാഹ്യമായ ശക്തമായ വെല്ലുവിളികളോ പോരുകളോ പോരാട്ടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ചില എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ചിലർ രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ അവരുടെ ബന്ധത്തിൽപ്പെട്ടവർ, അവരുടെ കൂടെ നിൽക്കുന്നവർ അവർ പെന്തക്കോസ്തിലേക്ക് അവനെ കൊണ്ടുപോയി എന്നുള്ള നിലയിൽ ആ കുടുംബക്കാർ പോർവിളി നടത്തിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും നമ്മൾ വകവയ്ക്കുന്നില്ല. അവർ വിശ്വാസത്തിൽ അവരെ കൂട്ടിക്കൊണ്ടു പോവുക ആ നിലയിൽ. മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള വെല്ലുവിളികൾ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. മതപരമായിട്ടും ആ നിലയിൽ കൂടിയ വെല്ലുവിളികൾ ഉയർന്നു വന്നിട്ടില്ല ഞാൻ പോയ ഇടങ്ങളിൽ.
ചിലയിടങ്ങളിൽ മാത്രമേ ഉള്ളൂ അവരെ വീട്ടിൽ കയറ്റരുത്, അവർ കയറ്റിയാൽ അവർ ആ വീടിനും കൊണ്ടേ പോവുകയുള്ളൂ, അവർ ജനങ്ങളെ മതത്തിൽ ചേർക്കുന്നവരാണ്, ബന്ധുക്കോസ് ചേർക്കുന്നവരാണ് എന്നൊക്കെയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എങ്കിലും അവിടെയൊന്നും പതറിപ്പോയിട്ടില്ല, പരാജയപ്പെട്ടില്ല. ഓക്കെ. പക്ഷേ ഈ കാലഘട്ടത്തിൽ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കേണ്ട ആവശ്യകത എന്താണ്? നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ആളുകൾ നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ സുവിശേഷം പറയുന്നത്, ഇതിൻ്റെ ആവശ്യം എന്താണ്? ഈ കാലഘട്ടങ്ങളിൽ സുവിശേഷം പറയേണ്ട ആവശ്യകത എന്താണ്? തീർച്ചയായിട്ടും ഇന്നത്തെ ലോകപരമായുള്ളതായ അനുഭവങ്ങളും മനുഷ്യൻ്റെ ജീവിതവും എല്ലാം നോക്കിയാൽ മനുഷ്യന് വിദ്യാഭ്യാസമുണ്ട്, സാമ്പത്തികമായി ഉയർച്ചയുണ്ട്, പക്ഷേ ധാർമ്മികമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ആത്മീകത്തിന് വേണ്ടതായ ഒരു പ്രോത്സാഹനമോ പ്രേരണയോ കൊടുക്കുവാൻ കഴിയാതെ, അങ്ങനെയുള്ളവരെ ഉത്സാഹിപ്പിക്കുവാൻ കഴിയാതെ നിരുത്സാഹപ്പെടുത്തുകയും ലോകപ്രകാരമുള്ള ആഡംബരമായ ജീവിതത്തിന് വേണ്ടി പോകുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നൊരു തലമുറയാണത്. ഇതിൻ്റെ നടുവിൽ സത്യസുവിശേഷം, യേശു ക്രിസ്തുവിനെ കുറിച്ച് നിസ്തുല്യ സുവിശേഷം ഉയർത്തി കാണിച്ചിട്ട് വല്ലവിധേനയും ചിലരെങ്കിലും നിത്യതയിൽ എത്തിച്ചേരുവാനുള്ളതായ ആ ഒരു വലിയ ഭാരം ഉള്ളിൽ വരുമ്പോൾ സുവിശേഷവുമായി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. പാസ്റ്റർ ഇപ്പോൾ ഒരു സെൻട്രൽ പാസ്റ്ററാണല്ലോ, പാസ്റ്ററുടെ ഈ സെൻറ്ററിൽ എത്ര സഭകളുണ്ട്? ഞാൻ ശുശ്രൂഷിക്കുന്നു, ഞാനിപ്പോൾ ഏറ്റെടുക്കുന്ന കാനം സെൻറ്ററിൽ 23 ലോക്കൽ സഭകളുണ്ട്. 23 ദൈവദാസന്മാർ കുടുംബമായി ശുശ്രൂഷിക്കുന്നു. ഇന്ന് IPC ഒറ്റക്കെട്ടായിട്ട് തന്നെ പോവുകയാണ്. എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് പോകുന്നു. അത് ഓരോ സെൻറ്ററായിട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് അതിൽ ആ സെൻറ്ററിൽ ഉൾപ്പെട്ടിരിക്കുന്ന സഭകളും വിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു. ഇതുവരെ അങ്ങനെ പ്രത്യേക ജാതിപരമായിട്ടൊരു വിവേചനം ഉണ്ടായിട്ടില്ല. രഹസ്യമായിട്ട് പല ചിന്തകളൊക്കെ കാണാം, ഉണ്ടാവും. പാസ്റ്റർ, ഈ സുവിശേഷ വേലയിൽ സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് എത്രമാത്രം പ്രോത്സാഹനങ്ങൾ ലഭിച്ചിട്ടുണ്ട്? നേതൃത്വം ഉണ്ടല്ലോ, പിന്നെ സ്റ്റേറ്റ് ലീഡേഴ്സ് ഉണ്ട്, നാഷണൽ ലീഡേഴ്സ് ഉണ്ട്, അവരിൽ നിന്നൊക്കെ എത്രമാത്രം ഒരു പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ട്? ആത്മീയ മണ്ഡലത്തിൽ സുവിശേഷ പ്രവർത്തനത്തിന് നേതൃസ്ഥാനത്ത് നിന്ന് ആവശ്യമായ പ്രോത്സാഹനവും കൈത്താങ്ങലുകളും എല്ലാം ഭൗതികമായ നിലയിൽ അല്ലെങ്കിൽ പോലും നമുക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ ലഭിച്ചുകൊണ്ട് മുമ്പോട്ട് വരുന്നുള്ളൂ. എല്ലാവിധ രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഞാൻ ലോക്കൽ സഭയുടെ ശുശ്രൂഷകനായി മുൻപോട്ട് വരികയായിരുന്നു. അപ്പോഴാണ് ഒരു സീനിയർ ശുശ്രൂഷകൻ എന്ന നിലയിൽ IPC കാനം സെൻറ്ററിൻ്റെ ശുശ്രൂഷ ആക്കാനുള്ളതായൊരു ക്രമീകരണം ഇവിടെയുള്ളതായ ദൈവദാസന്മാർ അറിയിച്ചപ്പോൾ അത് അവർ പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് അതിനുള്ള അംഗീകാരം തന്നു, എന്നെ ആക്കി വെച്ചു. അപ്പോൾ ഈ പുതുതായിട്ട് സുവിശേഷ വേലയിലേക്ക് ഇറങ്ങുന്ന സുവിശേഷകരോട് എന്താണ് പാസ്റ്ററുടെ ഇത്രയും നാളത്തെ അനുഭവം വെച്ചൊരു ഉപദേശം പറയാനായിട്ടുള്ളത്? സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവരോടും വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങുന്നവരോടും എൻ്റെ വ്യക്തിപരമായ നിലയിൽ പറഞ്ഞാൽ, ഭൗതികമായതൊന്നും കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ലഭിക്കും, ഇന്ന സ്ഥലങ്ങളിലൂടെ പോകാം എന്നുള്ളത് കണ്ടുകൊണ്ട് ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടിയോ ഒരു വിശ്വാസത്തിന് വേണ്ടിയോ ഇറങ്ങാൻ പാടില്ല. ഇറങ്ങുന്ന വ്യക്തി ദൈവശബ്ദം കേട്ട് ദൈവമുഖത്തേക്ക് നോക്കി തീരുമാനത്തിലും പ്രതീക്ഷയിലും ഉറച്ചു നിന്ന് സുവിശേഷത്തിന് വേണ്ടി നിന്നാൽ നിശ്ചയമായും പരാജയപ്പെടുകയില്ല, ഒരു തോൽവിയുടെ അനുഭവം ഉണ്ടാകത്തില്ല. പ്രശ്നങ്ങളുണ്ടാകാം, ആക്ഷേപങ്ങളുണ്ടാകാം, പരിഹാസങ്ങളുണ്ടാകാം, പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനുള്ളതായ ദൈവകൃപ ഏറ്റെടുത്ത് പോകുമ്പോഴാണ് ആ വിജയകരമായ ഫലകരമായ ഒരു ജീവിതം നയിപ്പാനിടയാകുന്നത്. ഓക്കെ, പാസ്റ്റർക്ക് ദൈവം തന്നിട്ടുള്ള കൃപാവരങ്ങൾ എന്തൊക്കെയാണ്, ടാലൻറ്റുകൾ എന്തൊക്കെയാണ്? പാസ്റ്റർ ഏത് നിലകളിലാണ് പ്രയോജനപ്പെടുന്നത്?
നമ്മുടെ ഡോക്ടർ O.J. ജോൺ സാറാണെങ്കിൽ അദ്ദേഹം ഒരു വലിയ ഗ്രന്ഥകാരനും എഴുത്തുകാരനുമാണ്. ഓരോ ആളുകൾ, ഇപ്പം ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂ മേഖലകളിലാണ്, ഓരോരുത്തർക്ക് ദൈവം ഓരോ ടാലൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാസ്റ്ററെ സംബന്ധിച്ച് ദൈവം ഏത് ശുശ്രൂഷകളിലാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്? ദൈവം എന്നെ ഉപയോഗിച്ച് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് കൂടുതലും. ദൈവം തന്നതായ കൃപയ്ക്കൊത്തവണ്ണം അത് പൗലോസ് പറഞ്ഞതുപോലെ ഒട്ടും കലർപ്പില്ലാതെ കൂട്ടുചേർക്കാതെ സത്യസുവിശേഷം പൂർണ്ണമായി അത് ഡിവൈഡ് ചെയ്ത് സംസാരിക്കുവാൻ, പിന്നെ മനോഹരമായ നിലയിലല്ലെങ്കിലും ആത്മീയ ഗാനങ്ങൾ പാടാനുള്ളൊരു കൃപ തന്നിട്ടുണ്ട്. ആ ശുശ്രൂഷയുടെ മുഖത്ത് ചില പാട്ടുകൾ എൻ്റെ പിതാവും അതുപോലെ ഞാൻ വളർന്നു വന്ന തലങ്ങളിൽ നിന്ന് പഴയ പാട്ടുകൾ വളരെ അധികം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ പാടുമ്പോൾ ഒരു ആത്മീയ ചൈതന്യവും ആത്മീയമായ ഏറ്റവും പാസ്റ്റർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടൊന്ന് പാടാവോ? ഏറ്റവും പഴയ പാട്ടായിട്ട് പാസ്റ്റർക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയിട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. ഞാൻ പലപ്പോഴും പാടുന്ന ഒരു പാട്ടാണ് എൻ്റെ ദൈവം മഹത്വത്തിൽ ആഗ്രഹവാനായി ജീവിക്കുമ്പോൾ. എന്നെ വളരെ ആ പാട്ട് സ്വാധീനിക്കുന്ന പാട്ടാണത്. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാൻ ഈ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ല എൻ്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യാമുള്ളേതു കുന്നും കരാകേറി നടക്കൊള്ളുവാൻ രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും. തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നു എന്നോ മാനസത്തിലാതി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു കൊച്ചി മുതശ്ശിയുടെ പാട്ട് അതെൻ്റെ ഹൃദയത്തിൽ ഞാൻ പലപ്പോഴും അത് പാടിക്കൊണ്ട് വീട്ടിലെ പ്രാർത്ഥനയിൽ ആഴ്ചയിൽ ഒരു ദിവസം ഈ പാട്ട് ഒരു ദിവസമെങ്കിലും ഈ പാട്ട് പാടി കുടുംബമായി പ്രാർത്ഥന. ഓക്കെ പാസ്റ്റർ, ഈ ദൈവവചന പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച? കൂടുതൽ നമ്മൾ ദൈവവചന പഠനത്തിനാണല്ലോ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അതെ, അതിനെക്കുറിച്ചൊന്നും പറയാമോ? പകൽക്കാലങ്ങളിൽ മറ്റ് ഭൗതികമായ മറ്റ് ആത്മീയ കൂട്ടായ്മകൾ ഇല്ലാത്ത ദിവസങ്ങളിൽ ഭൗതികമായ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ തനിച്ചിരുന്ന് ദൈവവചനം വായിക്കുകയും അതുപോലെ തന്നെ മറ്റ് പുസ്തകങ്ങൾ, ജോൺ സാറിൻ്റെ പുസ്തകങ്ങൾ പലതും എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച് ഞാൻ ഇങ്ങനെ വായിക്കും. മിക്കവാറും സന്ധ്യാസമയത്ത് ഒരു 2-2.5 മണിക്കൂർ സമയം ഞാൻ അതിനു വേണ്ടി വേറെ ഇരിക്കും. ഇനി പാസ്റ്റർക്ക് പൊതുവെ ജീവിതാനുഭവത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറയാൻ ഞാൻ ചോദിക്കാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർക്കാനായിട്ടുണ്ടോ? ഇന്ന കാര്യങ്ങൾ കൂടെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നന്നായിരുന്നു. കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പറയാം, അതോടൊപ്പം തന്നെ ആൻറ്റിയുടെ സുവിശേഷ വേലയിലുള്ള ഒരു സപ്പോർട്ട്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? പറയാം. 1978 എൻ്റെ വിവാഹം നടക്കുന്നത്. എൻ്റെ ഭാര്യയുടെ വീട് കുമ്മനാട്ടാണ്. കുമ്മനാട്ട് ഞങ്ങളെ ഹെഡ് ഓഫീസിൻ്റെ സമീപമാണ്. അങ്ങനെ ആ വിവാഹം അതും വളരെ പ്രാർത്ഥനയോടുകൂടെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇത്രയും വിദൂരതയിൽ ഇങ്ങനെ ഒരു വിവാഹം ലഭിച്ചതെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഒരു
പ്രവൃത്തിയും പ്രാർത്ഥനയുടെ ഫലവുമാണ്. അതെ. എൻ്റെ വൈഫിൻ്റെ പിതാവ് ഒരു സഭയുടെ ശുശ്രൂഷകനായിരുന്നു, പെന്തക്കോസ്ത് സഭയുടെ. അതെ. തനിക്കൊരു സഹോദരനുണ്ട്. സഹോദരനും കുടുംബമായിട്ട് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിലെ പാസ്റ്ററായിരുന്നു. മൂത്ത സഹോദരിയുടെ ഭർത്താവ് കുടുംബമായിട്ട് ചർച്ചകോട്ടിലെ ശുശ്രൂഷകനായിരുന്നു. ഏറ്റവും ഇളയ സഹോദരി കുടുംബവും ശുശ്രൂഷയുള്ള ബന്ധത്തിലായിരുന്നു. പിന്നെ 2 സഹോദരിമാർ മാത്രമേ അവർ ഭൗതികമായ ജോലി കാര്യങ്ങളിൽ പോയിട്ടുള്ളൂ. ആ നിലയിൽ ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഇതുവരെ എൻ്റെ ശുശ്രൂഷയുടെ വിജയമെന്ന് പറയുന്നത് എൻ്റെ ഭാര്യയുടെ ജീവിതമാണ്. എൻ്റെ പിതാവും മാതാവും ജീവിച്ചിരുന്ന കാലത്ത് അവരെ ശുശ്രൂഷിക്കുന്നതിൽ വളരെ മുൻപിൽ നിന്നു. ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കണ്ട. എൻ്റെ അമ്മച്ചി 2.5 വർഷം ഒരു വശം തളർന്ന് കിടപ്പിലായി. ഒരു ചെറിയ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്ന പോലെ എൻ്റെ ഭാര്യ അമ്മച്ചിയെ ശുശ്രൂഷിച്ചു, അത് മരിക്കുന്നത് വരെ. അതുപോലെ തന്നെ ആത്മീയ ശുശ്രൂഷയിൽ എന്നോടൊപ്പം ഏത് ശുശ്രൂഷയായിരുന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. വിസിറ്റിങ്ങിന് പോയാലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചേ പോവുള്ളൂ. പ്രാർത്ഥനയിൽ വളരെ പോരാടുകയും വളരെ കൈത്താങ്ങൾ നൽകി എന്നെ മുൻപോട്ട് നയിക്കുകയും ചെയ്യുന്ന പല ശുശ്രൂഷന്മാരുടെയും പരാജയം തൻ്റെ കുടുംബിനിയാണ്. എന്നാൽ എൻ്റെ പറഞ്ഞാൽ എൻ്റെ ശുശ്രൂഷയുടെ ഇതുവരെയുള്ള വിജയം എൻ്റെ ഭാര്യയാണ്, കൂട്ടാളിയാണ്. എനിക്ക് 2 പെൺമക്കളാണ്. മൂത്ത മോളും ഒരു കുടുംബമായിട്ട് ഇപ്പോൾ IPC കാനൻ സെൻറ്ററിൽ ചാമ്പതാൽ സഭയിൽ ശുശ്രൂഷയിലായിരിക്കുകയാണ്. ശുശ്രൂഷ മുഖത്ത് ഇപ്പോൾ അവരെന്നോട് കൂടെ പാർക്കുന്നു. എൻ്റെ ഇളയ മോള് മുട്ടപ്പള്ളിയിൽ അവർ WME കൂട്ടായ്മയുള്ള ബന്ധത്തിൽ കർത്താവിനെ ആരാധിച്ച് മുൻപോട്ട് കടന്നു വരുന്നു. വിശ്വാസത്തിൽ തന്നെ വളരെ ശക്തമായി മുൻപോട്ട് കടന്നു വരുന്നു. 5 കൊച്ചുമക്കളും എനിക്കുണ്ട്. ആ നിലയിൽ ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കാൻ ദൈവം ഭാഗ്യം തന്നു. ഓക്കെ. അപ്പോൾ ഇത്രയും സമയം പാസ്റ്ററോട് സംസാരിക്കാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കിയാണ്. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് പാസ്റ്റർ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. കാരുണ്യവനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല പിതാവേ, മനോഹരമായ ഈ വിലയേറിയ അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, UP പ്രദേശത്ത് പാർക്കുകയും കർത്താവിൻ്റെ വേലയിലായിരിക്കുകയും ഞങ്ങളുടെ ദാസൻ ഔപചാരികമായി കർത്താവെ ഭവനത്തിലേക്ക് പ്രിയ ജോൺ സാറുമായി കടന്നു വരുവാൻ ദൈവമിടയാക്കി. ഞങ്ങൾക്കൊരുമിച്ച് മുഖതാവിൽ കണ്ട് പരിചയപ്പെടുവാനും ഇപ്രകാരം കർത്താവെ ഒരു ഇൻ്റർവ്യൂവിന് പെടുവാൻ ദൈവമിടയാക്കി. കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഉണ്ടായിരുന്നതുകൊണ്ട് സ്തോത്രം. എല്ലാ കാര്യങ്ങളും തിരുനാമമഹത്വത്തിനായി തീരുവാൻ ദൈവം ഇടയാക്കണമേ. കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷകളെയും പ്രവർത്തന മേഖലകളെയും മണ്ഡലങ്ങളെയും എല്ലാം അനുഗ്രഹിക്കണം. കർത്താവ് ജോൺ സാറിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസനെയും കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിച്ച് തൻ്റെ ശുശ്രൂഷയിൽ മുന്നേറുവാനുള്ള കൃപ നൽകണം. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് മഹത്വം. പ്രത്യാശ ഞങ്ങളെ നിലനിർത്തണം, വരവിനായിട്ട് ഒരുക്കണം. പ്രാർത്ഥനഘടനായി സ്തോത്രം. രക്ഷിതാവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.